ഇപ്പം ഞാൻ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടെ. നല്ല ആശ്വാസമുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ 2 സ്ഥലങ്ങളായിരുന്നു, ഒന്ന് പാലക്കാടും ഒന്ന് കൊല്ലവും. കൊല്ലത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടുത്തെ അത്രയും ചൂടിൽ നിന്ന് മാറി ഈ ഒരു തണുത്ത അന്തരീക്ഷം കിട്ടിയപ്പോഴത്തേക്കുണ്ടല്ലോ നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ മൂന്നാറിൽ റൂം എടുത്തെടുത്ത് ഫാൻ ഇല്ലായിരുന്നു കേട്ടോ. ഫാൻ ഇല്ലാത്ത റൂം. കുറച്ച് നാളുകൾക്ക് ശേഷം ഫാൻ ഇല്ലാതെ ഒന്ന് കിടന്നുറങ്ങി, അതും കമ്പിളിയും പുതച്ച് ഇവിടെ വന്നിട്ട്. അങ്ങനെ ഇപ്പം മൂന്നാർ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു ദിവസം 60 കിലോമീറ്ററൊക്കെ ഞാൻ വണ്ടി ഓടിക്കുന്നുള്ളൂ. സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, ശാന്തതയോടെ വണ്ടി ഓടിച്ച് ഓരോരോ സ്ഥലങ്ങൾ കവർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് വട്ടവട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ഇവിടെ നിന്ന് 45 കിലോമീറ്റർ ഉള്ളൂ വട്ടവട. പോകുന്ന വഴിക്കൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, മാട്ടുപ്പെട്ടി ഡാമോ എന്തൊക്കെയോ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് പോവാം. ഇന്നത്തെ ദിവസം ഞാനൊരു 60 കിലോമീറ്ററൊക്കെ വണ്ടി ഓടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ നിന്ന് തുടങ്ങാം. ഞാൻ കുറച്ച് ബൈക്ക് ഓടിച്ച് ഒരു 1.5 കിലോമീറ്ററോളം ഉള്ളിലോട്ട് വന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും തന്നെ താഴെയായിട്ട് മൂന്നാറിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. തേയിലത്തോട്ടത്തിലൊക്കെ ആൾക്കാർ ജോലി ചെയ്യുന്ന ക്വാർട്ടേഴ്സുകളൊക്കെ കാണുന്നതേ. അങ്ങോട്ട് മൂന്നാർ ടൗണിൻ്റെ ആ ഒരു കാഴ്ചയെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമുക്കേ മൂന്നാർ ടൗൺ പരിസരമൊക്കെ കവർ ചെയ്തിട്ട് അതുവഴി അങ്ങ് വട്ടവടയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ തേയില എസ്റ്റേറ്റിൻ്റെ അടുത്തുനിന്ന് മൂന്നാർ ടൗണിലോട്ട് ഇറങ്ങിയിരിക്കുവാണ്. മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലമുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ അമ്പലത്തിൽ രാവിലെ കൗസല്യ സുപ്രജ രാമപൂജ അങ്ങനത്തെ ഒരു പാട്ടുണ്ടല്ലോ, അതിടും കേട്ടോ. എല്ലാ അമ്പലത്തിലും ഇടുമായിരിക്കും, പക്ഷേ ഞാൻ ഇവിടെ നിന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം മൂന്നാർ വന്നപ്പോഴത്തേക്കും രാവിലെ 6 മണിക്കാണ് മൂന്നാർ എത്തിയത്. ഈ ഒരു പാട്ട് കേട്ടായിരുന്നു കേട്ടോ. അല്ലാതെ ഇവിടുന്ന് അലാറം വെച്ച് രാവിലെ എഴുന്നേറ്റ് കേട്ടതൊന്നുമല്ല. 6 മണിക്ക് ഇവിടെ എത്തിയത് കൊണ്ട് അത് കേട്ടതാണ്. ഈ കാണുന്നതാണ് ആ അമ്പലം. അങ്ങനെ ഇന്ന് രാവിലെയും എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലാറമൊക്കെ വെച്ചു കേട്ടോ. രാവിലത്തെ ഇവിടുത്തെ ഒരു സൺറൈസൊക്കെ കാണാമെന്നുള്ള പ്ലാനിലൊക്കെ അലാറമൊക്കെ വെച്ചതാണ്. പിന്നെ എൻ്റെ മനസ്സ് തന്നെ ഇങ്ങനെ പറഞ്ഞു, കിടന്നുറങ്ങി എന്തിനാണ് എഴുന്നേക്കുന്നത്, സൺറൈസൊക്കെ കന്യാകുമാരിയിൽ നിന്ന് കണ്ടിട്ടുള്ളതല്ലേ, അതിലും വലുതൊന്നും അല്ലല്ലോ. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞ് മടുപ്പിച്ച് കളഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ മൂന്നാറൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുന്നത് തന്നെയാണ് നല്ലത്. സൺറൈസൊക്കെ കാണാൻ പോകുന്നതിനെക്കാട്ടി നല്ലത്, ഏറ്റവും നല്ലത് ഒരു 8 മണി വരെയെങ്കിലും കിടന്ന് ഉറങ്ങുക. തണുപ്പത്ത് കമ്പിളിയൊക്കെ പുതച്ച് കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഞാനൊരു അമ്പലം കാണിച്ചില്ലായിരുന്നോ, ആ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് KSRTC ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഈ കാണുന്നതാണ് മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡ്. പലരും മൂന്നാർ വരുമ്പോഴത്തേക്കും ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. എല്ലാവരും പ്രൈവറ്റ് വണ്ടിയിലൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. ഞാൻ കഴിഞ്ഞ തവണ മൂന്നാർ വന്നത് KSRTC ബസ്സിലായിരുന്നു. ഇവിടെ നിന്ന് KSRTCയുടെ ഉല്ലാസയാത്രയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു യാത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന KSRTC ബസ്സിലെല്ലാം തങ്ങാൻ പറ്റും കേട്ടോ. അങ്ങനെയുള്ള സൗകര്യമെല്ലാം ഉണ്ട്. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞതായിരുന്നു. കഴിഞ്ഞ വീഡിയോ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം വന്ന വീഡിയോയിൽ ഒരാൾക്ക് 100 രൂപയാണ് തങ്ങുന്നതിന് ചാർജ്. ഇങ്ങനത്തെ ബസ്സുകളിലാണ് തങ്ങുന്നത്. അകത്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഡോർമെട്രി സംവിധാനമെല്ലാം ഉണ്ട്. ഈ മൂന്നാർ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണ് ഈ മൂന്നാർ ബസ്. തിരുവനന്തപുരം വഴി, കൊല്ലം വഴി, ആലപ്പുഴ വഴി, എറണാകുളം, കോതമംഗലം വഴി മൂന്നാർ വരുന്ന മിന്നൽ ബസ്സായത്. ഇതാ ഞാൻ പറഞ്ഞില്ലേ രാവിലെ 6 മണിക്ക് ഇവിടെ എത്തിയെന്ന്. ഞാൻ ഈ ബസ്സിൽ വന്നപ്പോഴത്തേക്കാണ് ഞാനിവിടെ 6 മണിക്ക് എത്തിയത്. KSRTC ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റായിട്ട് നോക്കേ, ദൂരെയായിട്ട് വലിയ മലനിരകളിലായിട്ട് തന്നെ തേയിലത്തോട്ടങ്ങളും ഉണ്ട്. എന്തായാലും നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിന് പുറത്തോട്ടിറങ്ങി. ഇനി ഇവിടെ നിന്ന് വട്ടവട ലക്ഷ്യമിട്ട് പോവാം. പോകുന്ന വഴിക്കൊക്കെ എന്തൊക്കെയോ കാഴ്ചകളൊക്കെ ഉണ്ട്. കാണുന്ന കാഴ്ചകളെല്ലാം നിർത്തി കണ്ട് പോവാം. അങ്ങനെ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈ കാണുന്നതാ മൂന്നാർ ഓട്ടോ സ്റ്റാൻഡ്. ബോർഡ് വെച്ചിട്ടുണ്ട്, ഓൾഡ് മൂന്നാർ ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട്, മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡ് കാണിച്ചിട്ട് മൂന്നാർ ഓട്ടോ സ്റ്റാൻഡ് കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. ഈ കാണുന്നതാണ് മൂന്നാർ ഓട്ടോ സ്റ്റാൻഡ്. ഇങ്ങനത്തെ ആപ്പയുടെ ബാക്ക് ടയർ ഇങ്ങനെ ചരിഞ്ഞിരിക്കും അല്ലേ, എല്ലാ വണ്ടികൾക്കും ഇങ്ങനെയാണ്. ഇവിടെ ഓട്ടോ സ്റ്റാൻഡിന് ഓപ്പോസിറ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റൂംസ്, ലോഡ്ജ്, പിന്നെ അല്ലാത്ത റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളതേ. ഒരുപാട് ഹോട്ടലുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ കണ്ട ആ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാർ. ഇവിടെയൊക്കെ പഠിക്കാൻ നല്ല ഫീലായിരിക്കും അല്ലേ, ഒട്ടും ചൂട് കാണത്തില്ല, നല്ല സുഖമായിട്ടിരുന്ന് പഠിക്കാം. അങ്ങനെ ഞാൻ ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പോഴത്തേക്കും ദൂരെയായിട്ട് അവിടെ ഒരു പള്ളി കാണാം. തിരുവനന്തപുരത്ത് സൂവിനടുത്തായിട്ട് ഇതേപോലെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി പോലെ ഇരിക്കുന്ന ഈ പള്ളി കൊള്ളാം, നല്ല രസമുണ്ട് അത് കാണാനേ. ഞാൻ ആ പറഞ്ഞ സ്കൂളിൽ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. പൂപ്പാറ 32 കിലോമീറ്റർ, തേനി 83 കിലോമീറ്റർ, കുമളി 99, മധുര 160 കിലോമീറ്റർ. അങ്ങോട്ടല്ല നമുക്ക് പോകേണ്ടത്, നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഞാനിവിടെ നിർത്തിയെന്ന് വെച്ചാൽ ഐ ലവ് മൂന്നാർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ശേഖരിച്ചിട്ട് അത് വെച്ചിട്ട് മൂന്നാർ എന്നുള്ള മാതൃകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും പ്ലാസ്റ്റിക്കുകൾ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. പ്ലാസ്റ്റിക് കുപ്പികളാണ്
അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന പോത്ത് കണ്ടോ, ഇത് ഒരുവിധപ്പെട്ട ഹിൽ സ്റ്റേഷനിലെല്ലാം ഉണ്ട് കേട്ടോ. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം കണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് നിർത്താൻ പറ്റിയില്ല. രാത്രി മുണ്ടക്കയത്തിനടുത്ത് കണ്ടായിരുന്നു കേട്ടോ. മുണ്ടക്കയത്തുനിന്ന് ഏലപ്പാറയിലോട്ട് പോകുന്ന റൂട്ടിൽ കണ്ടായിരുന്നു. ബാഹുബലിക്കകത്തുള്ള ടൈപ്പ് പോത്തെ ഐ ലവ് മൂന്നാർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? ഇതിനകത്തോട്ട് വരാം കേട്ടോ, അതുവഴി വഴിയുണ്ട്. ഇവിടെ ഇരിക്കാൻ വേണ്ടി ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഇവിടെയും മൂന്നാർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കുപ്പികൾ വെച്ചിട്ടേ. അത് അപ്പുറത്തുനിന്ന് വായിക്കുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. MUNNAR അവിടെ നിങ്ങോട്ട് വായിക്കുന്ന കണക്ക്. ഇതാ കണ്ടില്ലേ വലിയൊരു ആനയുടെ ആ ഒരു സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതിനകത്തും കംപ്ലീറ്റ് കുപ്പികളാണ്. ഈ മൂന്നാറിന് എഴുതിയിരിക്കുന്നതോട് ചേർന്ന് തന്നെ ക്യാരറ്റൊക്കെ വെച്ചിട്ട് നിൽപ്പുണ്ട്. സാധാരണ നമ്മൾ ഒരുവിധപ്പെട്ട ഹിൽ സ്റ്റേഷനിലെല്ലാം പോകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ക്യാരറ്റിൻ്റെ സെയിൽ കാണും. ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ എല്ലായിടത്തും ഉണ്ട്. ഒരു കെട്ടിന് 40 രൂപ കേട്ടോ വില. ഇതാണ് ഒരു കെട്ട് 40 രൂപ. നല്ല ഫ്രഷ് ക്യാരറ്റ്. അങ്ങനെ നമ്മൾ ആ ക്യാരറ്റ് കച്ചവടത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഈ കാണുന്നതാ മൂന്നാർ ജംഗ്ഷൻ. അവിടെ ആയിട്ടൊരു പെട്രോൾ പമ്പ് ഉണ്ട്. അവിടെ ആയിട്ട് ചായ് ബസാർ എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിങ്ങൊക്കെ ഉണ്ട്. അതിനകത്ത് തേയില കച്ചവടം, അങ്ങനത്തെ പല ടൈപ്പ് തേയില കച്ചവടങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് എറണാകുളം 126 കിലോമീറ്റർ, അടിമാലി 30 കിലോമീറ്റർ. എറണാകുളമൊക്കെ 126 കിലോമീറ്ററേ ഉള്ളൂ. ഇതാ വെച്ചിരിക്കുന്നു മൂന്നാർ എന്നുള്ള ബോർഡ്. അങ്ങനെ ഞാൻ ആ പാലം കയറി ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഈ ബസ്സെല്ലാം അടിമാലിക്ക് പോകുന്ന ബസ്സാണ്. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അടിമാലി എന്ന് പറഞ്ഞിട്ട്. അടിമാലി മൂന്നാർ, മൂന്നാർ ടു അടിമാലി, അങ്ങനെ ട്രിപ്പ് പോകുന്ന ബസ്സാണിത്. ഇത് എറണാകുളത്തിന് പോകുന്ന ബസ്സും. മൂന്നാർ എന്ന് പറയുമ്പോഴത്തേക്കും തേയിലത്തോട്ടം മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മൂന്നാർ നഗര കാഴ്ചകളൊക്കെ ഒന്ന് നടന്ന് കണ്ടത്. നമുക്കിവിടെ നിന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്, വട്ടവടയ്ക്ക്. അങ്ങനെ ഞാൻ മൂന്നാർ ജംഗ്ഷനിൽ നിന്ന് വട്ടവട റൂട്ടിലോട്ട് കയറിയപ്പോഴത്തേക്കും ഇവിടെ കുറച്ചധികം ജീപ്പുകളെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. ഒരുപാട് ജീപ്പുകൾ വരിയായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. കുറച്ചധികം ജീപ്പുകളുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ജീപ്പുകൾ വരിയായിട്ട് കിടക്കുന്ന അങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പം എൻ്റെ നാട്ടിൽ അവിടെ കൂടുതൽ ഓട്ടോ സ്റ്റാൻഡുകളൊക്കെയാണ് ഉള്ളത്. അതിന് പകരമായിട്ട് ഇങ്ങനെ ജീപ്പ് വരിയായിട്ട് കിടന്നപ്പോഴത്തേക്കും ഒരു കൗതുകമായിട്ട് തോന്നി. നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണാത്ത കാര്യങ്ങൾ കാണുമ്പോഴല്ലേ നമുക്കൊരു കൗതുകമായിട്ട് തോന്നുന്നത്. അങ്ങനെ എനിക്ക് തോന്നിയതാണ്. ജീപ്പ് ഫുള്ളായിട്ട് ബുക്ക് ചെയ്യുകയാണോ? ഇവിടെ നിന്ന് വട്ടവടയ്ക്കൊക്കെ പോകുന്നതിന് എത്രയാണ് ചാർജ്? 3,500 ഒരു ജീപ്പ് ഫുള്ളാണെങ്കിലും. ഒറ്റയ്ക്ക് പോകുകയാണെങ്കിൽ അത് തന്നെ അല്ലേ? അപ്പം ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 3,500 കൊടുത്തു കഴിഞ്ഞാൽ വട്ടവടയിൽ പോകാൻ പറ്റും. ഓക്കെ. പേര്? ജസ്റ്റിൻ. ശരി, ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് 45 കിലോമീറ്റർ വട്ടവട. അതിന് 3,500 രൂപ ജീപ്പിന് ചാർജ്. അപ്പോഴതേപോലെ പല ദൂരങ്ങളുള്ള സ്ഥലങ്ങൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതാ നോക്കി, ഈ ഒരു ജീപ്പിൻ്റെ കളറ് കൊള്ളാം. ഈ വണ്ടിയിൽ ഏത് കളർ അടിച്ചാലും ചേരും കേട്ടോ. RX 100 പോലെയാണ്. RX 100ലും ഏത് കളർ അടിച്ചാലും ചേരുമല്ലോ. അതേപോലെ ഈ വണ്ടിയിലും ഏത് കളർ അടിച്ചാലും ചേരും. ഇവിടെ ആയിട്ട് വേറെയും കളറുകളൊക്കെ കിടപ്പുണ്ട്. ബ്ലൂ കളർ കിടക്കുന്ന കണ്ടില്ലേ? അതേപോലെ ഈ കളറിന് പേരെന്തായിരുന്നു, മറന്നുപോയി. ഫ്ലൂറസെൻറ്റ് കളർ കിടപ്പുണ്ട്. ഏത് കളർ അടിച്ചാലും ഈ വണ്ടിക്ക് ചേരും. ആ ജീപ്പ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ഒരു പാലം കണ്ടു കേട്ടോ. ആ ഒരു പാലം കണ്ടപ്പോഴത്തേക്കും അങ്ങോട്ടൊന്ന് പോകാൻ തോന്നി. ഇതാ കണ്ടില്ലേ, ചെറിയൊരു ആർച്ച് പാലം. പാലത്തിൽ വഴിയോര കച്ചവടം നിരോധിച്ചിരിക്കുന്നു. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വെറുതെ ഇതുവഴി ഒന്ന് നടന്നു വന്നതേ ഉള്ളൂ. നമുക്ക് ഇതുവഴിയൊക്കെ വിശദമായിട്ട് പിന്നെ നടക്കാം. ഇപ്പം വട്ടവടയ്ക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ വട്ടവടയ്ക്ക് പോകാം. അങ്ങനെ മൂന്നാർ ജംഗ്ഷനിൽ നിന്ന് വട്ടവട റൂട്ടിലോട്ട് കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ദൂരെയായിട്ട് മൂന്നാറിലെ വീടുകളും ലോഡ്ജുകളും ക്വാർട്ടേഴ്സുകളും എല്ലാം ഇങ്ങനെ കാണാൻ പറ്റും, തട്ടായിട്ട്. അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇവിടുത്തെ കച്ചവടം എന്ന് പറയുമ്പോഴത്തേക്കും ബാഗ് കച്ചവടം, ചെരുപ്പ് കച്ചവടം, പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളുടെ കച്ചവടം, പിന്നെ ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിൾ, നാരങ്ങ, അങ്ങനത്തെ പലതരം കച്ചവടങ്ങളുണ്ട്. ഞാനിവിടെ നിർത്തിയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആ ഒരു കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറേ ബിൽഡിങ്ങുകളെ തേയിലത്തോട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണാൻ കൊള്ളാം. വണ്ടി ഇതാ ഇവിടെ സ്റ്റാൻഡിട്ട് വെച്ചപ്പോഴത്തേക്കും ഇതൊടിഞ്ഞ് കൈ വന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട സാധനമാണ്. പണിയായി. ഇവിടെ അടുത്തൊന്നും വെൽഡിംഗ് വർക്ക്ഷോപ്പും ഇല്ലെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ വിചാരിച്ചേ ഉള്ളൂ വണ്ടി എന്താ ഒരു പണി തരാത്തേന്ന്. കറക്റ്റായിട്ട് പണി തന്നു. അപകട വളവുകൾ എന്ന് എഴുതിയിരിക്കുന്നൊരു സ്ഥലമാട്ടോ ഇത്. നല്ലൊരു വളവാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി ഉള്ളിലോട്ട് കയറ്റിയ വണ്ടി വെച്ചിരിക്കുന്നത്. ഏറ്റവും ഭംഗിയുള്ളൊരു അപകട വളവ് ഇതായിരിക്കും കേട്ടോ. വളവിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടായിട്ട് വലിയ തേയിലത്തോട്ടവും വലിയൊരു മലയും കാണാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാ കണ്ടില്ലേ, ആ വളവ് വളഞ്ഞു വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നേരെ സ്കിഡ് ചെയ്ത് വന്നിരിക്കുന്ന കണ്ടില്ലേ വണ്ടികൾ. ടയർ ഇതാ ഇവിടം വരെ ബ്രേക്ക് പിടിച്ച് പോയിരിക്കുന്നത് കാണാം. അതേപോലെ ഇവിടെയും കാണാം. കണ്ടില്ലേ, ഇൻഡിക്കേറ്ററൊക്കെ പൊട്ടിയത് അവിടെ കിടപ്പുണ്ട്. വണ്ടിയുടെയൊക്കെ പാർട്സ് കിടക്കുന്ന കണ്ടില്ലേ. ബമ്പറിൻ്റെയൊക്കെ അടിയിൽ വരുന്ന സംഗതിയായത് കാറിൻ്റെ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇടിച്ചിറക്കുമ്പോഴത്തേക്കും അടിയൊക്കെ തട്ടുന്നതാണ്. അപ്പോഴിതൊരു അപകട സാധ്യത കൂടിയ മേഖല തന്നെയാണ്.
അങ്ങനെ നമ്മൾ നേരത്തെ നിന്ന അപകട വളവുകളിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ഒരു വ്യൂ പോയിന്റ് ആട്ടോ. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ആളുകളുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ തേയിലത്തോട്ടം. അപ്പോഴങ്ങനെ ഫോട്ടോ എടുത്തു കൊണ്ടിരിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് ഇവിടെ. കണ്ടില്ലേ, അവരൊക്കെ അങ്ങനെ ഫോട്ടോ എടുത്ത് പ്രിൻ്റ് എടുത്ത് കൊടുത്തിട്ട് ഉപജീവനം കാണുന്നവരാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ കുതിരയൊക്കെ ഉണ്ട്. കുതിര സവാരിയൊക്കെ എത്രയാണെന്ന് ചോദിക്കാം. 100 രൂപ ഒരു റൗണ്ടാ? ഓ, 300 മീറ്റർ. ഓക്കെ, 300 മീറ്റർ 100 രൂപ കുതിര സവാരി. കുതിരപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംവിധാനമൊക്കെ കണ്ടില്ലേ, അത് കൊള്ളാം. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് ആ ഒരു വ്യൂ പോയിന്റ്. വീണ്ടും പറയുവാണ്, നല്ല ഭംഗിയുള്ള സ്ഥലം. എല്ലാവരും സെൽഫിയൊക്കെ എടുത്തോണ്ട് നിൽക്കുക. അങ്ങനെ മൂന്നാർ ടൗണിൽ പോയിട്ട് വണ്ടി ബിൽഡ് ചെയ്തു കേട്ടോ. നട്ടിലും ബോൾട്ടിലും ഓടുന്ന സാധനമല്ലേ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതിൽ വിഷമിച്ചിട്ടോ ദേഷിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാ മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം. മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കവലയായത്. ഈ കാണുന്ന ഒരു കടമുറിയുടെ ഒരു ബിൽഡിങ്, ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്. മാട്ടുപ്പെട്ടി ഡാം എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം. മൂന്നാറിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും മാട്ടുപ്പെട്ടി ഡാമൊക്കെ ഒരു പാക്കേജിനകത്തുള്ളതാണ്, ടൂറിസം പാക്കേജിനകത്തുള്ളതാണ്. അപ്പോഴേ ടാക്സി ഡ്രൈവർമാരും ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആൾക്കാരെല്ലാം ഈ ഒരു മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞ ഈ സ്ഥലത്തൊന്നും നിർത്തത്തില്ല. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്തേ കൊണ്ട് വണ്ടി നിർത്തത്തുള്ളൂ. അപ്പോഴും ഞാൻ ഇതുവഴി പോയപ്പോഴത്തേക്കും മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം കണ്ടപ്പോഴത്തേക്കും ഒന്ന് വണ്ടി നിർത്തിയെന്നേ ഉള്ളൂ. അത്യാവശ്യം സ്നാക്സൊക്കെ മേടിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു കടയുണ്ട്. തേയില എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്ന വീടുകളാണ് ആ മുകളിലായിട്ടൊക്കെ കാണുന്നത്. അങ്ങോട്ട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കയറി പോകാൻ വേണ്ടിയിട്ടേ. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം കേട്ടോ ഈ ഒരു സ്ഥലം, മാട്ടുപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലം. ഇതാ ഈ മാട്ടുപ്പെട്ടി കോവിലിനോട് ചേർന്ന്, മാട്ടുപ്പെട്ടി കോവിൽ ഞാൻ വെറുതെ പറഞ്ഞാണേ, ഇവിടെ ഉള്ളൊരു അമ്പലം വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴീ മാട്ടുപ്പെട്ടി അമ്പലത്തിനോട് ചേർന്ന് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട് കേട്ടോ. ആസ്പെറ്റോസൊക്കെ ഇട്ട വീടുകളാണ്. മതിലിൽ വെള്ള പെയിൻ്റ് അടിച്ചിട്ട് ജനലിലും കട്ടളയിലെല്ലാം പച്ച കളറൊക്കെ പെയിൻ്റ് അടിച്ചിരിക്കുക. ഇതേപോലത്തെ വീടുകളൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് പല പല സ്ഥലങ്ങളിലുണ്ട്. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി കവലയിൽ നിന്ന് കുറച്ചു ദൂരം, ഒരു കിലോമീറ്റർ വരുമ്പോഴത്തേക്കും മാട്ടുപ്പെട്ടി ഡാം കാണാം. ഈ കാണുന്നതാ മാട്ടുപ്പെട്ടി ഡാം. ഇതിന് മുകളിൽ കൂടെ തന്നെയാണ് റോഡും പോകുന്നത്. വട്ടവടക്കുള്ള റോഡ് പോകുന്നത് ഇതിന് മുകളിൽ കൂടെ തന്നെയാണ്. മാട്ടുപ്പെട്ടി എന്നൊക്കെ രണ്ട് രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ മാടുപ്പെട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. പാർക്കിങ്ങിൻ്റെ റേറ്റെല്ലാം എഴുതിയിട്ടുണ്ട്. 2 വീലർ 10 രൂപ, 3 വീലർ 10, 4 വീലർ 20. പിന്നെ ബോട്ടിങ്ങിൻ്റെ റേറ്റും എഴുതിയിട്ടുണ്ട്. പെഡൽ ബോട്ട് 400 രൂപ. ഡാമിലെ ബോട്ടിങ്ങിലോട്ട് പോകുന്ന വഴിക്കും ഈ രണ്ട് സൈഡിലായിട്ടും കച്ചവടങ്ങളൊക്കെ ഉണ്ട്. സാധാരണ നമ്മളൊരു ടൂറിസ്റ്റ് ഏരിയയിൽ കാണുന്ന ടൈപ്പ് കച്ചവടങ്ങളൊക്കെ തന്നെയാണ്. നേരത്തെ ഒരു കുതിര സവാരിയൊക്കെ കണ്ടില്ലായിരുന്നോ, അതിനടുത്തുള്ള കച്ചവടങ്ങളില്ലേ, അതേപോലത്തെ കച്ചവടങ്ങൾ തന്നെ ഇവിടെയും ഉള്ളത്. അതെ, ഇവിടെ ചിപ്സിൻ്റെ ഒരു സ്റ്റാള്. ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു സ്റ്റാൾ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. 1 കിലോ 250, അര കിലോ 120, 1 കിലോ 250. അര കിലോ 120, 1 കിലോ 250. അപ്പം 10 രൂപ കൂടുതലല്ലേ. സാധാരണ 1 കിലോ കഴിക്കുമ്പോഴത്തേക്കും റേറ്റ് കുറയേണ്ടതല്ലേ. എന്തായാലും ആട്ടെ. ഹോം മെയ്ഡ് ചോക്ലേറ്റ്. ഇതാ തേയിലയൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ വലിയ ചാക്കിൽ. പലതരം തേയിലകളുണ്ട്. നോർമലായിട്ടുള്ള തേയില, ഇത് തരിതരിയായിട്ടുള്ള കുറച്ച് വലിയ തേയില. അപ്പോഴിത് നല്ല സ്ട്രോങ് ചായ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പൊടിയാണ്. അര കിലോ 100 രൂപ. ഇതും അര കിലോ 100 രൂപ തന്നെ. ഇത് കട്ടൻ ചായയൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ശരി, താങ്ക്സ്. ഈ കച്ചവടങ്ങളെല്ലാം കഴിഞ്ഞിങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആട്ടോ. ആ ഡാമിലെ റിസർവോയറിൽ നിൽക്കുന്ന വെള്ളത്തിൻ്റെ ആ ഒരു വ്യൂ പോയിന്റ് ആയത്. ഈ ഒരു സ്ഥലം കൊള്ളാം. എന്തായാലും കാലാവസ്ഥ കൊള്ളാം, വലിയ വെയിലില്ല. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്ത് നിന്ന് ഒരു 6 കിലോമീറ്റർ സഞ്ചരിച്ച് വന്നതിന് ശേഷം ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലമാണ് എക്കോ പോയിന്റ്. നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ തന്നെ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെയും ഉണ്ട്. അവിടത്തേക്കാട്ടി ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്ത് പാർക്കിങ്ങിന് അത്ര സ്ഥലമില്ല. അതുകൊണ്ടായിരിക്കും എല്ലാവരും അവിടെ നിൽക്കാതെ കൂടുതലായിട്ടും ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ചുറ്റും കടകളാട്ടോ, കംപ്ലീറ്റ് കടകളാണ്. ഇതുവഴിയാണ് അകത്തോട്ട് പോകുന്നത്. ഇങ്ങനത്തെ പല പല വഴികളുണ്ട് പല സ്ഥലങ്ങളിലായിട്ടേ. അതുവഴി കൂടെ എല്ലാം അകത്തോട്ട് ഇറങ്ങാം. കണ്ടില്ലേ, ഇവിടെ ടിക്കറ്റ് എടുക്കണം, 10 രൂപയാണ് ചാർജ്. ഇവിടെ എക്കോ പോയിന്റ് ആയതുകൊണ്ടേ എല്ലാവരും ഉറക്കെ അലറി വിളിക്കുക. എക്കോ ഒന്നും വീഡിയോയിൽ ചിലപ്പോൾ കിട്ടത്തില്ല. ഇവിടെ താഴെയായിട്ട് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ മൊബൈലിലോട്ട് ആക്കി തരും. അതിന് 20 രൂപയുള്ള ചാർജ്. ബ്രോ പേരെങ്ങനെയാ? രാജ. അപ്പോൾ രാജ ബ്രോ എന്നെ ഇങ്ങോട്ട് വന്ന് ക്യാൻവാസ് ചെയ്ത്, അപ്പം എൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. അപ്പോഴേ എൻ്റെ ഫോട്ടോ എല്ലാം എടുത്തു തന്നു. നേരത്തെ കൂടെ 2 പേര് നിന്നായിരുന്നല്ലോ, അവരുടെ പേര്? ഓ, പ്രേം. ഓക്കെ, ശരി.
പാക്കല. ഫോണൊക്കെ ഉള്ള കാലത്ത് ഇങ്ങനത്തുള്ള ആൾക്കാരുടെ ജോലിയൊക്കെ സത്യം പറഞ്ഞാൽ ബാധിച്ചിരിക്കുക. നമ്മൾ ഇതേപോലെ എടുക്കുന്ന ഓരോ ഫോട്ടോസും ആയിരിക്കും അവർക്കൊരു വരുമാനം. ഇതെവിടെയായിട്ട് വനശ്രീയുടെ എക്കോ ഷോപ്പ് ഉണ്ട്, എക്കോ പോയിന്റിന് അടുത്തായിട്ട്. പക്ഷേ ഈ എക്കോ എന്ന് പറയുമ്പോഴത്തേക്കും ECO, മറ്റേത് ECHO, അതാണ് എക്കോ ആയിട്ട് കേൾക്കുന്നത്. ഇവിടെ പല പല സംഗതികളുണ്ട്. കരകൗശല വസ്തുക്കൾ. ആദിയോഗി ശിവ സ്റ്റാച്ചുവിൻ്റെ ഒരു ശില്പമുണ്ട്. വില 400 രൂപ. മാനിൻ്റെ തലയുടെ ഷേപ്പിൽ ചെയ്തിരിക്കുന്നത്. വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഡെക്കറേഷൻ വെക്കാൻ കൊള്ളാം, വരാന്തയിലല്ലാവേ. ഇതെങ്ങനെയാ റേറ്റ്? 3000. അങ്ങനെ വേഴാമ്പലുണ്ട്. വേഴാമ്പലിൻ്റെ റേറ്റ് 1400 രൂപ. മുളയുടെ പുട്ടുകുറ്റി 200 രൂപ. അങ്ങനെ പല പല സംഗതികളുണ്ട്. ഈ പാത്രം കൊള്ളാം കേട്ടോ. ഗ്യാസ് റോൾ പോലെ യൂസ് ചെയ്യാം അല്ലേ? ചൂട് പോകാതെ നിൽക്കുമോ? ഒരു ഷോയ്ക്ക് വയ്ക്കാം അല്ലേ? ഇതെങ്ങനെയാ വില? 750. 750 രൂപയാണ് വില. ഇത് കൊള്ളാം കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട എക്കോ പോയിന്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്കും റോഡ് സൈഡിലൊക്കെ ബിരിയാണിയൊക്കെ ആയിട്ട് വെച്ചിട്ടിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊരു ബിരിയാണി വാങ്ങി കഴിച്ചു. 150 രൂപയായിരുന്നു ബിരിയാണി. ഒരു വായിക്കും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ വിശന്നപ്പോഴത്തേക്കും മേടിച്ച് കഴിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഈ ബിരിയാണിയൊക്കെ അവർക്ക് എങ്ങനെയെങ്കിലും വെച്ച് തന്നാൽ മതി. കാര്യം ഇവിടെ ഒരു തവണ വരുന്നവർ പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും വരുന്നത്. പിന്നെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ കസ്റ്റമർ സ്ഥിരമായിട്ട് കിട്ടണമെന്നൊന്നും അവർക്കില്ല. എങ്ങനെയെങ്കിലും വെച്ച് തരിക എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. സമയം 2:45 ഇപ്പോഴേ. ഒരു മഴ പെയ്തു, നല്ല അടിപൊളി ഒരു മഴ പെയ്തു കേട്ടോ. അപ്പോഴാ മഴയുടെ ഗ്യാപ്പിൽ റോഡ് സൈഡിലുള്ളൊരു ടാർപ്പയൊക്കെ വിരിച്ചിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നാണ് കഴിച്ചത്. അങ്ങനെ ആ ബിരിയാണി കഴിച്ചെടുത്തുനിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ കുണ്ടല ഡാം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. 1750 മീറ്റർ. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരമേ ഉള്ളൂ കുണ്ടല ഡാം. അപ്പോഴേ ആ പോകുന്ന വഴിക്കുള്ളൊരു വ്യൂ പോയിൻ്റ് ആയത്. ഇവിടെ തേയില കൃഷിയെല്ലാം കഴിഞ്ഞു കേട്ടോ. തേയില കൃഷിയെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു അവസ്ഥയായത്. നോക്കേ, ഇവിടെയായിട്ടൊരു വുഡൻ ഗേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം. മൂന്നാറിൽ വരുമ്പോഴേ മിക്കയിടത്തും നല്ല തേയില പച്ച കളറിൽ പിടിച്ച് നിൽക്കുന്ന കാണാം. ഇവിടെ വന്നപ്പോഴത്തേക്കും തേയിലയെല്ലാം മാറ്റിയിട്ട് കംപ്ലീറ്റ് മണ്ണായിട്ട് കിടക്കുന്നത്. അപ്പോഴൊന്ന് നിർത്തിയതാ വണ്ടി, അതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴെന്തായാലും നമുക്കിവിടെ നിന്ന് കുണ്ടല ഡാമിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ കുണ്ടള ഡാം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ബോർഡിൻ്റെ അടുത്ത് വന്നിരിക്കുക. കുണ്ടള ഡാമിലെത്തിയിരിക്കുക. ഈ ഡാമിൻ്റെ മുകളിലൂടെയും വണ്ടികളൊക്കെ പോകും കേട്ടോ. കഴിഞ്ഞൊരു ഡാം കണ്ടില്ലായിരുന്നോ, മാട്ടുപ്പെട്ടി ഡാം? അതിൻ്റെ പരിസരത്തൊക്കെ ഉള്ള കച്ചവടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ കച്ചവടങ്ങളൊക്കെ ഇവിടെയും ഉണ്ട്. ഒരു കൊടയുടെ താഴെ കുറച്ച് കച്ചവടങ്ങൾ നോക്കേ. പൈനാപ്പിൾ, മാങ്ങ, തണ്ണിമത്തൻ, അങ്ങനത്തെ കച്ചവടം. അത് കൊള്ളാമല്ലേ? ആ ഒരു ചെറിയ കാലം കൂടയ്ക്ക് താഴെയായിട്ട്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആ ഒരു മഴയുടെ ഒരു അന്തരീക്ഷം കൂടെ ആയപ്പോഴത്തേക്കും നല്ലൊരു ഫീലുണ്ട് കേട്ടോ. ഒരു ഇരുട്ട് പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇത്രയും മരങ്ങൾ നിൽക്കുന്നതും കൂടെ കൊണ്ടായിരിക്കാം. ഇവിടെയായിട്ട് ബോട്ടിങ്ങിൻ്റെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ സമാധാനത്തോടെ വീഡിയോ പൗസ് ചെയ്ത് വെച്ചിട്ട് വായിച്ചോളുക. അങ്ങനെ ഞാൻ ഇപ്പം കുണ്ടള ഡാമിനടുത്തുള്ള ഒരു സ്റ്റാളിൽ കയറി നിൽക്കുക കേട്ടോ. ഭയങ്കര മഴ പെയ്തിപ്പം ഒരുവിധം തോർന്നു. ഇനിയിപ്പം ഈ കുണ്ടള ഡാമിൽ നിന്ന് നേരെ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ടോപ്പ് സ്റ്റേഷൻ. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. മിക്കവാറും വട്ടവട വരുത്തുന്ന കാര്യം പാടായിരിക്കും കേട്ടോ ഇങ്ങനെ മഴയാണെങ്കിൽ. ഒരു ജോലി ചെയ്യാൻ ഇറങ്ങിയിട്ട് അത് തടസ്സപ്പെടുന്ന ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ ഞാൻ കുണ്ടള ഡാമിൽ നിന്ന് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ വട്ടവട ഈ ഒരു റൂട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു കോളാമ്പിയൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ ഇട്ടിരിക്കുന്നത് ഏതോ ഒരു അമ്പലത്തിലെ ഉത്സവമൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരാ എല്ലപ്പെട്ടി. ഗവൺമെൻറ് ഹൈസ്കൂൾ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴെയായിട്ടാണ് സ്കൂൾ ഇരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിയെല്ലാം കാണാൻ നല്ല ഭംഗിയാട്ടോ. അങ്ങനെ ആ സ്കൂൾ കണ്ടെടുത്തുനിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് എല്ലപ്പെട്ടി കവല, കുറച്ച് കൊച്ചു കടകളൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. ഇവിടെ എല്ലായിടത്തും കോളാമ്പി വെച്ചിട്ടുണ്ട്. കോളാമ്പി വെച്ച് പാട്ടിട്ടിരിക്കുക. ഇതും അങ്ങ് താഴെയായിട്ടേ അവിടെ ഒരു അമ്പലം കാണാം. അവിടുത്തെ തിരുവിഴയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരുപാട് തമിഴ് ആൾക്കാർ താമസിക്കുന്നുണ്ട്. തമിഴ് പാട്ടുമായിട്ടിരിക്കുന്നത്. ഇവിടെ ചായക്കടയിൽ ഗുണ്ടൊക്കെ റെഡി ആയിട്ടിരിക്കുക. എന്തായാലും ഈ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം കൊള്ളാം. ഈ കാണുന്നതാ എല്ലപ്പെട്ടി പോസ്റ്റ് ഓഫീസ്. നോക്കേ, നല്ല ഭംഗിയുള്ളൊരു ചെറിയൊരു കെട്ടിടം. 685615 അതാണ് എല്ലപ്പെട്ടി പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡ്. അങ്ങനെ ഈ പോസ്റ്റ് ഓഫീസിനോട് ചേർന്നെല്ലാം കംപ്ലീറ്റ് തേയിലത്തോട്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ എങ്ങോട്ട് തിരിഞ്ഞാലും തേയിലത്തോട്ടമാണെന്ന്. പോകുന്ന വഴി കംപ്ലീറ്റ് തേയിലയാണ്. ഒരുപാട് ദൂരത്തായിട്ട് തേയിലത്തോട്ടം കാണാൻ പറ്റുന്നുണ്ട്. സത്യത്തിൽ മഴ പെയ്തപ്പം ദൈവത്തിനെ തെറി വിളിച്ചെങ്കിലുവേ
ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ ഒരു സ്ഥലത്തൂടെ പോകാൻ കൊള്ളാം കേട്ടോ. അങ്ങനെ എല്ലപ്പെട്ടിയിൽ നിന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ദാ ഇപ്പം റേഞ്ച് വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻസ് ഒക്കെ ചറപറ വന്നുകൊണ്ടിരിക്കുക. ഞാനിവിടെ നിർത്തിയതേ ഇവിടെ നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കല്ല ഇതേപോലത്തെ വ്യൂ പോയിന്റുകൾ കാണാൻ പറ്റും. അപ്പോഴും ഞാൻ വിചാരിക്കും പോകുന്ന വഴിക്കെല്ലാം വീണ്ടും വീണ്ടും കാണാമല്ലോ, അപ്പം വേറെ എവിടെയെങ്കിലും നിർത്താമെന്ന് വിചാരിക്കും. അങ്ങനെ വരുന്ന വഴിക്കെല്ലാം ഇതേപോലത്തെ വ്യൂ പോയിന്റുകളെല്ലാം കണ്ടായിരുന്നു. കണ്ടില്ല, ഇവിടെ തന്നെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട്, ബ്രെഡ് ഓംലേറ്റ് അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ ഉള്ള കടയാണ്. അത്യാവശ്യം സ്നാക്സും കുടിക്കാനുള്ള വെള്ളമൊക്കെ ആ കടയിൽ മേടിക്കാൻ കിട്ടും. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഓരോ വ്യൂ പോയിന്റിന്റെ അടുത്തും ഇതേപോലത്തെ കടകളൊക്കെ കാണും. നേരത്തെ നിന്ന് നോക്കിയ ആ വ്യൂ പോയിന്റിന്റെ അടുത്തുനിന്ന് ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലമാണ് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ആയിട്ടും നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ക്യാരറ്റും കോളിഫ്ലവറോ, അത് പച്ച കളർ കോളിഫ്ലവർ, പിന്നെ പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഹോട്ടലൊക്കെ ഉണ്ട്, വെജ് ആൻഡ് നോൺ വെജ് എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റ് ഒന്ന് പോയി നടന്നു പോയി നോക്കിയിട്ട് വരാം. വണ്ടികളെല്ലാം ഇവിടെ വരെ വരത്തുള്ളൂ. അങ്ങോട്ട് പോയാൽ തന്നെയും കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ റോപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മഴ പെയ്തു കേട്ടോ. ഞാൻ കുറച്ച് നേരം എന്താ ഇവിടെ കയറി നിന്നായിരുന്നു. എൻ്റെ കൂടെ ഒരുത്തം ഓടി വന്നായിരുന്നു മഴയത്ത് കയറി നിൽക്കാൻ വേണ്ടിയിട്ട്. അവൻ എന്താ മടി പിടിച്ച് കിടക്കുക, ചുരുണ്ട് കൂടി കിടക്കുന്നതൊക്കെ. ഇവിടെയായിട്ട് കുതിരയും മഴയത്ത് കയറി നിൽക്കുക. ആ സൈഡിലായിട്ട് അവിടെ ചെറിയൊരു മരത്തിൻ്റെ ഒരു ഷെയ്ഡുണ്ട്. അപ്പോഴെന്തായാലും ഇതുവഴി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. അതാണ് ടോപ്പ് സ്റ്റേഷൻ. ഇവിടെയായിട്ട് നോക്കേ സ്ട്രോബെറിയുടെയൊക്കെ കച്ചവടമായിരുന്നു, പക്ഷേ കച്ചവടക്കാരനെ കാണാനില്ല. മഴ ആയതുകൊണ്ടേ അങ്ങോട്ടങ്ങനെ മാറി നിൽക്കുമായിരിക്കും. പ്ലേറ്റ് നിറയെ സ്ട്രോബെറി. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല ഇവിടം വരെ വണ്ടി വരത്തുള്ളെന്ന്. റോപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുക. റോപ്പല്ല, ഒരു വള്ളി. അപ്പോൾ ഞാൻ ഈ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ കടകളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചോദിച്ചു എന്താ കാരണമെന്ന്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇന്ന് ഇലക്ഷനാണ്, അതുകൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാരെല്ലാം ലീവ് എടുത്തിട്ട് വോട്ട് ചെയ്യാൻ പോയിരിക്കുക. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കടകളൊന്നും ഇല്ല. നോക്കേ, എല്ലാം അടഞ്ഞു കിടക്കുക. അതുവഴി നടന്നു വരുമ്പോഴത്തേക്കും വേറെ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. എന്തായാലും ഇതുവഴി കൂടെ നടക്കാൻ കൊള്ളാം കേട്ടോ. വർക്കല ക്ലിഫിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോഴത്തേക്കും ഈ ഒരു ഫീൽ കിട്ടാറുണ്ട്. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റ് അടുത്ത് എത്താറായി. ഇത് തമിഴ്നാട് താനാ? അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് തമിഴ്നാടാ? ശരിക്കും തമിഴ്നാട്. തേനി ഡിസ്ട്രിക്റ്റ്. ഇത് തേനി ഡിസ്ട്രിക്റ്റല്ലേ? അതാ ഇപ്പം ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങളുടെ തന്നെ കടയാണോ? ഇവരുടെ തന്നെ കടയാ. ഹോം മെയ്ഡ് ചോക്ലേറ്റ് പിന്നെ അങ്ങനത്തെ പല പല ഐറ്റംസ് ഉണ്ട്. അപ്പോഴും നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഭാഗത്തായി ഇപ്പം നിൽക്കുന്നത്. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് 8 AM, ക്ലോസിംഗ് 6 PM. 20 രൂപ എൻട്രി ഫീ. അങ്ങനെ ഞാൻ 20 രൂപ ടിക്കറ്റ് എടുത്തതിന് ശേഷം മൂന്നാർ ടോപ്പ് സ്റ്റേഷന് മുകളിലോട്ട് കയറുക. അങ്ങ് ദൂരെയായിട്ട് തേനിയുടെ ഭാഗമെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അവിടെയൊക്കെ നല്ല വെയിലടിക്കുന്നതായിട്ട് കാണാം. ഇവിടെ നല്ല മഴയുടെ ഒരു തണുത്ത അന്തരീക്ഷവും. എന്തായാലും കൊള്ളാം കേട്ടോ. ആ ഒരു ഫീല്, ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റിന്റെ അടുത്തുനിന്ന് നമ്മൾ കയറിപ്പോയ ആ ഒരു കുരിശടിയുടെ ഒക്കെ അടുത്ത് വന്നിരിക്കുക. ഇനിയിപ്പം ഇവിടെ നിന്ന് വട്ടവടയ്ക്ക് 10 കിലോമീറ്റർ ഉണ്ട്. 6 മണി വരെ വട്ടവടയിലോട്ട് കയറ്റി വിടത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വട്ടവടയിൽ റൂം ബുക്ക് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് കാണിക്കണം, എങ്കിലേ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. ഇപ്പം സമയം വൈകുന്നേരം 5 മണിയായിട്ടുണ്ട്. എന്തോ വേണമെന്ന് ആലോചിക്കുക. അവിടെ 6 മണിക്ക് മുന്നേ ആയിട്ട് കയറിയിട്ടേ റൂം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വലഞ്ഞു പോകും. വലഞ്ഞു പോകുമെന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? രാത്രി വണ്ടി ഓടിച്ച് വരുന്ന കാര്യം വലിയ പാടാ, ഭയങ്കര തണുപ്പായിരിക്കും. ഇപ്പം എന്തായാലും സമയം 5 മണി ആയിട്ടുണ്ട്. 10 കിലോമീറ്റർ ഒന്ന് ഓടിച്ചു പോയി നോക്കാമല്ലേ. അങ്ങനെ നമ്മൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് വട്ടവടയിലോട്ട് പോകുന്ന റൂട്ടിൽ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ വണ്ടിയുടെ നമ്പർ കൊടുക്കണം, എന്നിട്ട് 6 മണിക്ക് മുമ്പായിട്ട് തിരിച്ചു വരെയും വേണം. അതാണ് റൂള്. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യണം. വട്ടവട ഗ്രാമപഞ്ചായത്ത്. അപ്പോഴെന്തായാലും ഇതിനകത്തോട്ട് പോയിട്ട് 6 മണിക്ക് മുന്നേ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇപ്പം സമയം 5:15 ആയിട്ടുണ്ട്.